സൗദിയിൽ ഉംറ സംഘം സഞ്ചരിച്ച ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് 40 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. 43 ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് ബസ്സിന് തീ പിടിക്കുകയായിരുന്നു. ഷപ്ന വിവരങ്ങൾ അടിച്ചിരുന്നു. ഷപ്ന, രാവിലെ തന്നെ ഏറെ സങ്കടം നൽകുന്ന വാർത്ത വരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അപകടം എപ്പോഴായിരുന്നു? സേതു, സൗദി സമയം രാത്രി 11 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ഈ അപകടം നടന്നിട്ടുള്ളത്. മക്കയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഉംറ സംഘം അപകടത്തിൽപ്പെട്ടത്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഉംറ സർവീസ് മുഖേന ഉംറയ്ക്ക് പോയ ആളുകളാണ് ഈ മരണപ്പെട്ടവരിൽ എല്ലാവരും. ഈ ബദറിനും മദീനയ്ക്കും ഇടയിൽ മുഫറാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം നടന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈദരാബാദ് സ്വദേശികളാണ് മരണപ്പെട്ട എല്ലാവരും. 43 പേർ ഉണ്ടായിരുന്നു. ഇതിൽ 20 പേർ സ്ത്രീകളും 11 പേർ കുട്ടികളുമായിരുന്നു. ഈ ഡീസൽ ടാങ്കറുമായി ബസ് കൂട്ടിയിടിച്ച് തൽക്ഷണം ഒരു തീഗോളമായി മാറി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എല്ലാവരും തന്നെ വെന്ത് മരിക്കുന്ന കാഴ്ചയാണ് സൗദിയിൽ നടന്നത്. കാരണം അതിൽ ഒരാൾ രക്ഷപ്പെട്ടതായി പറയുന്നുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് പറയുന്നു. ബാക്കി ശേഷിക്കുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ടു എന്ന കണക്കുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് സൗദിയിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ. ഏതായാലും ഈ ടാങ്കർ ലോറിയായിരുന്നു, അതുകൊണ്ട് തന്നെ തൽക്ഷണം തീ പിടിക്കുകയായിരുന്നു. ഈ രക്ഷപ്പെട്ടയാളെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി പറഞ്ഞ പോലെ എല്ലാം ഇന്ത്യക്കാരായിരുന്നോ? ഈ 43 പേരും ഇന്ത്യക്കാരായിരുന്നോ? സേതു, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൈദരാബാദിൽ നിന്നുള്ള ആളുകളാണ്. ഹൈദരാബാദിലെ ഒരു ഉംറ സർവീസ് വഴി ഉംറയ്ക്ക് പോയവരാണ്. ഹൈദരാബാദ് സ്വദേശികളാണ് മരിച്ചിട്ടുള്ള എല്ലാവരും എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഹൈദരാബാദിലെ ഒരു ഉംറ സർവീസ് മുഖേന 43 പേർ ഉംറയ്ക്ക് പോയതാണ്. എല്ലാവരും തന്നെ ഹൈദരാബാദ് സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ എംബസി വഴി മറ്റെന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഇവരാരൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഷപ്ന? അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്കൊന്നും നമുക്കറിയില്ല. കാരണം ഈ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ഈ സമയം. തന്നെയുമല്ല, ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇതൊരു ബസ് ഒരു തീഗോളമായി മാറുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡീസൽ ടാങ്കുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തി അമരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് സൗദിയിൽ നിന്ന് ഉള്ളവർ നൽകുന്ന വിവരമനുസരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹൈദരാബാദിൽ നിന്നുള്ള സംഘമാണ് ഈ ഉംറയിൽ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് മാത്രമാണ്. ആരാണ് എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിപരമായ വിവരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.